ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 6 ഹിന്ദിയിലെ ചാപ്റ്റർ 8 സത്രിയ ഓർ ബിഹു നൃത്യ ആണ്. നൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാൻസ്, നൃത്തം. സത്രിയ ഓർ ബിഹു. സത്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോർഡ് വിഷ്ണുവിനെ ആരാധിക്കാനായിട്ട് ആസാമിലെ മഠങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡാൻസ് ഫോമാണ് സത്രിയ. ഇതൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. സത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സത്രം, അതായത് മഠം. അപ്പോൾ ആസാമിലെ മഠങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡാൻസ് ഫോമാണ് സത്രിയ. സത്രിയ ഡാൻസ് ഫോം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വൈഷ്ണവ സെയിൻറ്റ് ശങ്കരദേവ ഇൻ 15th century. ബിഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബിഹു ഡാൻസ് ഇസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ആസാം ഇൻ ഇന്ത്യ. അതും ആസാമിലെ ഒരു ഫോക്ക് ഡാൻസ് ഫോമാണ്. ബിഹു ഈസ് എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ ആസാം. ആസാമിലെ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ബിഹു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാൻസാണ് ഈ ബിഹു ഡാൻസ്. ഈ ബിഹു ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാടോടി നൃത്തമാണ് ബിഹു നൃത്തം. ആസാമീസ് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ നൃത്തം. ഒരു ഗ്രൂപ്പായിട്ടാണ് നൃത്തം അവതരിപ്പിക്കുക. ഇതിൽ വേഗതയേറിയ ചുവടുകളും കൈചലനങ്ങളും ഒക്കെ ഉണ്ട്. ഒക്കെ ഇതിൻ്റെ സവിശേഷതയാണ്. തോളുകൊണ്ടൊക്കെയുള്ള പ്രത്യേക ചലനങ്ങളാണ് ഡാൻസിൽ ഉണ്ടാകുന്നത്. നൃത്തം ചെയ്യുന്നവരുടെ വസ്ത്രധാരണവും നല്ല കളർഫുള്ളാണ്. ഇത് സന്തോഷത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇവർ ഇത് കളിക്കുന്നത്. സത്രിയ എന്ന് പറയുന്നത് ആസാമിലൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. ബിഹു എന്ന് പറയുന്നത് ഒരു ഫോക്ക് ഡാൻസ് ഫോമാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിബന്ധമാണ്. നിബന്ധം എന്ന് പറഞ്ഞാൽ എസ്സെ, ഉപന്യാസം. ഈ നിബന്ധം എഴുതിയത് ലേഖിക ആരാണ്? ജയ മെഹ്ത്ത. അപ്പോൾ നമുക്ക് ഇതിൽ ഈ നിബന്ധത്തിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ലണ്ടനിലെ കെൻസിങ്ടണിൽ താമസിക്കുന്ന അലക്സാണ്ടറുടെയും ബ്രയൻ്റെയും മകളാണ് ഏഞ്ചല. അപ്പോൾ അവൾക്ക് സഹോദരങ്ങൾ ആരുമില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട്സായ ജെയിംസിൻ്റെയും കീരയുടെയും ഒക്കെ ഒപ്പമാണ് കളിക്കാറുള്ളത്, സമയം ചെലവഴിക്കാറുള്ളത്. അപ്പോൾ ഏഞ്ചലിയുടെ മദർ ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇവർ കളിക്കാറ്, ഈ ജെയിംസും കീരയും ഏഞ്ചലിയൊക്കെ കളിക്കാറ് ഈ ഇമാജിനറി സ്റ്റോറീസാണ്. അതായത് എവിടെയെങ്കിലും പോകുന്നതായിട്ട്, ദൂരസ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിട്ട്, അങ്ങനെയൊക്കെയാണ് അവർ കളിക്കാറുള്ളത്. അപ്പോൾ ഇവർ ഈ ഏഞ്ചലയുടെ മദർ ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മാതാവ് ആയതുകൊണ്ട് തന്നെ അവർ ആസാമിലെ നൃത്ത പരമ്പരയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇനി നമുക്ക് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കാം. ഭാരത് ഏക് വിശാൽ ദേശ് ഹെ. വിശാൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, വലിയ. നമ്മുടെ ഭാരതം ഒരു വലിയ രാജ്യമാണ്, ഒരു പരന്നു കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ്. ഇസ്കി രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള, വർണ്ണാഭമായിട്ടുള്ള, സുന്ദർ, നല്ല ഭംഗിയുള്ള, പ്രാചീൻ, ആൻഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് പുരാതനമായിട്ടുള്ള, ഓർ ജീവൻ സെ ഭരി സംസ്കൃതി, ജീവിതം നിറഞ്ഞ ഈ കൾച്ചർ. സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം. പൂരി ദുനിയാമേ അനോഖി ഹെ, ലോകത്തിലേക്ക് വെച്ചിട്ട് അതുല്യമാണ്. അനോഖി ഹെ, അതുല്യമാണ്. ഭാരതത്തിലെ ഓരോരോ കാര്യങ്ങളും അതുല്യമാണ്. വിശാലമായൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയിലെ ഓരോരോ കാര്യങ്ങളും അതുല്യമാണ്. ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും എല്ലാം അതുല്യമാണ്. ഭാരത് के प्रत्येक स्थान का नृत्य, संगीत, कला, खान पान, भाषा, पहनावा, रहन सहन के तरीके, सब कुछ इतना मोहक है कि पूरी दुनिया से लोग भारत की ओर खींचे चले आते हैं. നമ്മുടെ ഭാരതത്തിലെ പ്രത്യേക സ്ഥാനിക, ഓരോരോ സ്ഥലങ്ങളിലെയും നൃത്യം, അതായത് ഡാൻസ്, സംഗീത്, പാട്ട്, കല, പിന്നെ ഖാൻ പാൻ, ഭക്ഷണ രീതികൾ, ഭാഷ, പെഹനാവ, വസ്ത്രധാരണം, രഹൻ സഹൻ, ജീവിതശൈലി, ജീവിത രീതികൾ, ഇതിൻ്റെ എല്ലാം രീതി, സബ് കുച്ച് ഇത്തന മോഹക് ഹെ, എല്ലാം അത്രയ്ക്ക് ആകർഷിക്കുന്നത്. മോഹക് എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നതാണ്, വശീകരിക്കുന്നതാണ്. കി പൂരി ദുനിയാസെ ലോകത്ത് മുഴുവനുള്ള ആളുകൾ ഭാരത് കി ഓർ കീച്ചെ ചലയാത്തെ, നമ്മുടെ ഭാരതത്തിലേക്ക് അങ്ങ് വരുന്നു. കീച്ചെ ചലയാത്തെ, കീച്ചന എന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഭാരതത്തിലേക്ക് ദേശരാജ്യങ്ങളിലുള്ള ആളുകളെയൊക്കെ വലിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭംഗി, ഭാരതത്തിൻ്റെ ഭംഗി, ഈ അതുല്യമായ ഓരോരോ കാര്യങ്ങളും വിദേശങ്ങളിലുള്ള ആളുകളെ പോലും നമ്മുടെ ഭാരതത്തിലേക്ക് ആകർഷിക്കുന്നു. അത്രയ്ക്ക്
അതുല്യമാണ് നമ്മുടെ ഭാരതത്തിലെ ഓരോരോ കാര്യങ്ങളും. നമ്മുടെ ഇന്ത്യയിലെ ഓരോരോ സ്റ്റേറ്റ്സിലെയും ഡാൻസ് രൂപങ്ങളൊക്കെ വ്യത്യസ്തമാണ് അല്ലേ. ആസാമിലെ ബിഹു ഡാൻസിൻ്റെ ഒരു ഫോട്ടോയാണിത്. ഇവരുടെ ഓരോരോ സ്റ്റെപ്സും വ്യത്യസ്തമാണ്. ഫോക്ക് ഡാൻസാണിത് ബിഹു. ഇവരുടെ ഡ്രസ്സ് ബാദാമി കളറിലും പിന്നെ റെഡ് കളറിലും ഉള്ളതാണ്. അതേപോലെ ഇവരുടെ മൂവ്മെൻറ്റ്സ്, ഡാൻസ് മൂവ്മെൻറ്റ്സും പ്രത്യേക മൂവ്മെൻറ്റ്സാണ്. കൈകൊണ്ടും തോളുകൊണ്ടും കൈ ഇങ്ങനെ അരക്കെട്ടിൽ വെച്ചിട്ടൊക്കെയുള്ള പ്രത്യേക മൂവ്മെൻറ്റ്സാണ്. പുരുഷന്മാരുടെ കയ്യിൽ വാദ്യയന്ത്രങ്ങളുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. സ്ത്രീകൾ ചുവട് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോരോ സ്റ്റേറ്റ്സിലെ നൃത്തങ്ങളും വ്യത്യസ്തമാണ്. അതേപോലെ നമ്മുടെ കേരളത്തിൽ മോഹിനിയാട്ടം, ഭരതനാട്യം, പിന്നെ കഥകളി അല്ലേ, അതൊക്കെയാണ് ട്രഡീഷണൽ ഡാൻസസ്. അതേപോലെ ഇവിടെ ഞാനിപ്പോൾ പഞ്ചാബിലാണുള്ളത്. പഞ്ചാബിലെ ഡാൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഗിദ്ദ, ബാങ്ഡ ഇതൊക്കെയാണ്. അതേപോലെ ജമ്മുവിൽ ഡാൻസിൻ്റെ പേര് റോ എന്നാണ് പറയുന്നത്. ROUF റോ എന്നാണ് പറയുന്നത്. അതേപോലെ ഭക്ഷണ രീതികളും വ്യത്യസ്തമാണ്. പഞ്ചാബിലെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മക്കി കെ റോട്ടി, പിന്നെ സർസോ കാ സാഗ് എന്ന് പറയും. അതായത് ചോളത്തിൻ്റെ പൊടി കൊണ്ടുണ്ടാക്കുന്ന റൊട്ടി, ചപ്പാത്തിയും പിന്നെ ഇലകൾ, ഗ്രീൻ ലീവ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന സബ്ജി, കറികൾ. സർസോ എന്ന് പറയുന്നത് കടുകിൻ്റെ ലീഫ്, അതുകൊണ്ടുണ്ടാക്കുന്ന കടുകിൻ്റെ ലീഫും പിന്നെ ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ കേരളത്തിലെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്. അതേപോലെ ഓരോരോ സ്റ്റേറ്റ്സിലെയും ഭക്ഷണ രീതികൾ, ഡാൻസസ്, ഡ്രസ്സിങ് രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. इस पाठ में भी एक परिवार एक दूसरे देश से भारत में आया है. ഈ പാഠത്തിലും ഒരു കുടുംബം, പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, ഏക് ദൂസരെ ദേശ് ഒരു വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ ഭാരതത്തിലേക്ക് വന്നതാണ്. ആയേ പഠിത്തേ ഹേ കി വേ കോൺ ഹേ, വരൂ നമുക്ക് പഠിക്കാം അതാരാണെന്ന് നോക്കാം. ഭാരത് മേ കഹ ആയേ ഹെ, ഭാരതത്തിൽ എവിടെയാണ് അവർ വന്നിട്ടുള്ളത്. ഓർ ക്യോ ആയേ ഹെ, അവർ എന്തിനാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഏഞ്ചല ലണ്ടൻ കെ ജാനെ മാനെ ഇലാക്കെ കെൻസിംഗ്ടൺ മേ രഹത്തി തി. അപ്പോൾ ഏഞ്ചല എന്ന് പറയുന്ന പെൺകുട്ടി ലണ്ടനിലെ അറിയപ്പെടുന്ന, ജാനെ മാനെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന, വെൽ നോൺ, ഇലാക്ക എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലെങ്കിൽ ലൊക്കാലിറ്റി. അപ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രദേശമായ കെൻസിംഗ്ടണിലാണ് താമസിച്ചിരുന്നത്. ഉസ്ക സ്കൂൾ ഘർ സെ ദൂർ നഹീ താ, അവളുടെ സ്കൂള് വീട്ടിൽ നിന്ന് അധികം ദൂരെയൊന്നും അല്ലായിരുന്നു. ഉസ്ക കോയി സഖാബായി ബഹൻ ബി നഹീ താ, അവൾക്ക് ഒരു സഖാബായി ബഹൻ ബി നഹീ താ, അതായത് കൂടപ്പിറപ്പുകൾ ആരും ഉണ്ടായിരുന്നില്ല. സഖാബായി ബഹൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം ഏട്ടനോ അല്ലെങ്കിൽ ചേച്ചിയോ ആരും ഉണ്ടായിരുന്നില്ല. ഉസേ ജെയിംസ് ഓർ കീര നാം കെ ദോസ്തോ കെ സാത്ത് സമയ ബിത്താന പസന്ത് താ. അപ്പോൾ അവൾക്ക് ജെയിംസ് എന്നും കീര എന്നും പേരുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നതായിരുന്നു ഇഷ്ടം. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. വേ സബ് ആപ്പസ് മേ മിൽക്കർ കൈ കാൽപ്പനിക് ഖേൽ ഖേലാ കർത്തേ തെ. അപ്പോൾ അവർ 3 പേരും കൂടെ എങ്ങനത്തെ കളികളാണ് കളിച്ചുകൊണ്ടിരുന്നത്? കാൽപ്പനിക് ഖേൽ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ഗെയിംസ്, അതായത് എവിടെയെങ്കിലും പോകുന്നതായിട്ട്, ദൂരസ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിച്ച് കളിക്കില്ലേ, നാടക രൂപത്തിൽ കളിക്കില്ലേ, അങ്ങനെയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. उन्हें ऐसी कहानियों का पात्र बनने में मज़ा आता था जिनमें दूर दराज की दुनिया का जिक्र हो. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കഥകളിലെ പാത്രം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആവാൻ ഇഷ്ടമായിരുന്നു. മസ ആത്താത്ത, അവർക്ക് അതിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ജിന്മേ ദൂർ ദരാസ് കി ദുനിയാക്ക സിക്രുഹോ, അവയിൽ ദൂർ ദരാസ് എന്ന് പറഞ്ഞാൽ വളരെ അകലെയുള്ള, ഫാർ അവേ, ദൂരെയുള്ള, അകലെയുള്ള ലോകത്തിലെ കാര്യങ്ങളൊക്കെ സിക്രുഹോ, അതായത് അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, പരാമർശിച്ചിട്ടുള്ള അങ്ങനത്തെ കഥാപാത്രങ്ങളാവാനാണ് അവർക്ക് ഇഷ്ടം. കളിക്കുമ്പോൾ അങ്ങനെ കളിക്കാനായിരുന്നു അവർക്ക് ഇഷ്ടം. ഏഞ്ചല को हर उस कहानी से प्यार था जिसमें उसे ताजमहल, एफिल टावर या कोलोजियम की यात्रा पर जाना हो. അപ്പോൾ ഏഞ്ചലക്ക്
ഹർ ഉസ് കഹാനി സെ പ്യാർ ത, ആ കഥകളോട് ഇഷ്ടമായിരുന്നു. ജിസ്മേ ഉസേ താജ്മഹൽ, അവയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? താജ്മഹൽ ഉണ്ടായിരുന്നു, എഫിൽ ടവർ ഉണ്ടായിരുന്നു, കൊലോജിയം, ഇതൊക്കെ ഉള്ള ആ കാൽപ്പനികമായിട്ടുള്ള ആ സാങ്കല്പിക കഥകളിൽ ആ കഥകളാണ് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. താജ്മഹൽ എവിടെയാണെന്ന് അറിയില്ലേ? ആഗ്രയിൽ. പിന്നെ ഐഫിൽ ടവർ പാരീസിൽ, ഫ്രാൻസിൽ. പിന്നെ കൊലോജിയം റോം, ഇറ്റലി. അപ്പോൾ ഉसे बिल्कुल अंदाज़ा नहीं था कि जल्दी ही യാത്രാओं की उसकी ये कहानियाँ सच साबित होने वाली है. അപ്പോൾ അവൾക്ക് ബിൽക്കുൽ അന്താസ നഹി താ, അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കി ജൽദി ഹി, പെട്ടെന്ന് തന്നെ യാത്രാओं की उसकी ये कहानियाँ, യാത്ര ചെയ്യാനുള്ള അവളുടെ ഈ കഥകൾ സച്ച് സാബിത് ഹോനെ വാലി ഹെ, സത്യമാകാൻ പോവുകയാണ് എന്ന് അവൾക്ക് തീരെ തോന്നിയിരുന്നില്ല. അന്താസ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക, അതായത് അവൾ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്, ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുമെന്ന് അവൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഏഞ്ചല की माँ അലക്സാൻഡ്ര एक ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മാതാ थी. ഏഞ്ചലയുടെ മദർ അലക്സാൻഡ്ര ഒരു ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മാതാവായിരുന്നു. ഒരു നിർമ്മാത എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ. ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രം, അതായത് ജീവിതത്തിലെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ, തൊഴിലിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് കാണിക്കുന്ന ചലച്ചിത്രം. സാധാരണ സിനിമയിൽ അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുക, പക്ഷേ ഡോക്യുമെൻ്ററി ഫിലിമിൽ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. എ ഫിലിം, ടെലിവിഷൻ ഓർ റേഡിയോ പ്രോഗ്രാം ദാറ്റ് ഗിവ്സ് ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. അപ്പോൾ അവളുടെ അമ്മ ഒരു ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മാത ആയിരുന്നു. उन्हें लंदन के ब्रिटिश अकादमी से असम की नृत्य परंपरा पर एक डॉक्यूमेंट्री बनाने के लिए वित्तीय मदद दी गई थी. അപ്പോൾ അവർക്ക് ലണ്ടനിലെ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിന്ന് അസമിലെ ഒരു അസമിലെ നൃത്യ പരമ്പരയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനായിട്ട് വിത്തീയ മദദ് ദി ഗയി തി. വിത്തീയ മദദ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഹെൽപ്പ്, അതായത് പണം കൊടുത്തിരുന്നു, ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്തിരുന്നു അവർ. ബ്രിട്ടീഷ് അക്കാദമി ഈ അസമിൽ വന്നിട്ട് അവിടുത്തെ നൃത്ത പരമ്പരയെക്കുറിച്ചൊക്കെയുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് വിത്തീയ മദദ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഹെൽപ്പ്. पेचीदा बात यह थी कि उनके पास इस काम को पूरा करने के लिए सिर्फ एक पेचीदा बात എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ്, പേചിത എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം, ബുദ്ധിമുട്ടുള്ള കാര്യം എന്തായിരുന്നു? ഉൻകെ പാസ് ഇസ് കാം കോ പൂരാ കർനെ കെ ലിയെ, അപ്പോൾ അവർക്ക് ഈ കാര്യം, ഈ ജോലി പൂർത്തിയാക്കാനായിട്ട് സിർഫ് ഏക്, ഈ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കാനായിട്ട് സിർഫ് ഏക് മഹീനേക്ക വക്തത, അപ്പോൾ ഒരു മാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഒരു മാസം കൊണ്ട് ഈ ഡോക്യുമെൻ്ററി അവർ തയ്യാറാക്കണം. ലണ്ടനിൽ നിന്ന് അസ്സാമിലേക്ക് വന്നിട്ട് അവിടുത്തെ ഈ നൃത്ത പരമ്പരയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് അവർ ഇത് ഒരു മാസം കൊണ്ട് ചെയ്യണം. അപ്പോൾ അതായിരുന്നു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം. उन्होंने एंजेला के स्कूल से उसकी बसंत की छुट्टियों को 1 हफ्ते और बढ़ाने की अनुमति ले ली. അപ്പോൾ അവരെന്ത് ചെയ്തു? ഏഞ്ചലയുടെ മദർ എന്ത് ചെയ്തു? ഏഞ്ചല की स्कूल से उसकी बसंत की छुट्टी, ബസന്ത് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസൺ, അതായത് സ്പ്രിംഗ് സീസണിൽ ലഭിക്കുന്ന ആ ലീവ്, സ്കൂളിൽ ലഭിക്കുന്ന ലീവ് 1 हफ्ते और बढ़ाने की अनुमति ले ली, ഒരു ആഴ്ച കൂടെ നീട്ടാനായിട്ട് പെർമിഷൻ വാങ്ങിച്ചു. അനുമതി എന്ന് പറഞ്ഞാൽ പെർമിഷൻ, അനുവാദം വാങ്ങിച്ചു. അപ്പോൾ ഒരു ആഴ്ചയുടെ ലീവ് നീട്ടാനായിട്ട് അവർ സ്കൂളിൽ പോയിട്ട് പെർമിഷൻ വാങ്ങിച്ചു. ജിസ്മേ ഏഞ്ചല ഓർ ഉസ്കെ പിതാ ബ്രയാൻ ബി ഉൻകെ സാത്ത് ജാ സക്കെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഏഞ്ചലയും പിന്നെ ഏഞ്ചലയുടെ ഫാദറിൻ്റെ പേരെന്താണ്? ബ്രയാൻ. ഏഞ്ചലയുടെ ഫാദർ ബ്രയാനും അവരുടെ കൂടെ ആസാമിലേക്ക് പോകാനായിട്ട്, അവർക്ക് 3 പേർക്കും കൂടെ പോകാനായിട്ടാണ് അവർ ലീവ് നീട്ടാനായിട്ട് പെർമിഷൻ ചോദിച്ചത്. ഏഞ്ചല ബഹുത് ജൽദ്ബാജി മേ ബനായി ഗയി ഇസ് യാത്രാ കി യോജന സെ ഹൈറാൻ തി. ജൽദ്ബാജി എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ ബനായി ഗയി ഉണ്ടാക്കിയിട്ടുള്ള യോജന എന്ന് പറഞ്ഞാൽ പ്ലാന്. അപ്പോൾ ഈ പെട്ടെന്ന് ബഹുത് ജൽദ്ബാജി, വളരെ തിടുക്കത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ യാത്രയുടെ ഈ പ്ലാനിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ
ഏഞ്ചല ആകെ അതിശയപ്പെട്ടു. ഹെറാൻതി എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിശയം തോന്നി, ആശ്ചര്യം തോന്നി. അവൾ ഇതുവരെ ഇമാജിനറി ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ് ഫ്രണ്ട്സിനൊപ്പം. അപ്പോൾ ഇങ്ങനൊരു യാത്ര കൂടെ പോകാൻ കഴിയുമോ എന്ന് കേട്ടപ്പോൾ അവൾ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. पर उसकी माँ समय से यह काम पूरा कर सके इसलिए वे सभी जल्दी ही तैयार हो गए. അപ്പോൾ पर उसकी माँ അവളുടെ അമ്മ, പക്ഷേ അവളുടെ അമ്മ समय से ये काम पूरा कर सके, സമയത്ത് തന്നെ ഈ ജോലി കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു മാസം സമയമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് അവർക്ക് ഡോക്യുമെൻ്ററി തയ്യാറാക്കണം. ഇസ്ലിയെ അതുകൊണ്ട് വേ സബി ജൽദി ഹി തയ്യാർ ഹോ ഗയെ. അപ്പോൾ അവർ 3 പേരും പെട്ടെന്ന് തന്നെ തയ്യാറായി, ആസാമിലേക്ക് പോകാനായിട്ട് തയ്യാറായി. ഏഞ്ചലയും അവളുടെ ഫാദർ ബ്രയനും പിന്നെ അലക്സാൻഡ്രയും. जब तक एंजेला कुछ समझ पाती तब तक वह लंदन से नई दिल्ली होते हुए गुवाहाटी की उड़ान पर थी. जब तक एंजेല कुछ समझ पाती, ഏഞ്ചലക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ തബ് തക് അപ്പോഴേക്കും വ ലണ്ടൻ സെ അവർ ലണ്ടനിൽ നിന്ന് നയി ദില്ലി ഹോത്തെ ഹുവെ നയി ദില്ലിയിലൂടെ ന്യൂഡൽഹിയിലൂടെ ഗുവാഹട്ടിക്ക് ഉഡാൻ പരത്തി. അതായത് ഗുവാഹട്ടിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഫ്ലൈറ്റിലായിരുന്നു. ഗുവാഹട്ടി ഏതാണ് സ്ഥലം? ആസാമിൻ്റെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഓഫ് ആസാം ഗുവാഹട്ടി എന്നും പറയാം, ഗുവാഹട്ടി. അപ്പോൾ അവർ അങ്ങോട്ടുള്ള ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴേക്കും അവർ ലണ്ടനിൽ നിന്ന് കയറി ന്യൂഡൽഹിയിലൂടെ ഗുവാഹട്ടിയിലേക്കുള്ള ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര के दौरान माँ ने एंजेला को असम की खूबसूरती के बारे में कुछ बातें बताई. അപ്പോൾ യാത്രയുടെ സമയത്ത്, ദൗരാൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ്. അപ്പോൾ യാത്രയുടെ ഇടയിൽ ഏഞ്ചലയുടെ അമ്മ അസമിൻ്റെ ഖൂബ്സൂരത്തി, അതായത് അതിൻ്റെ ഭംഗിയെക്കുറിച്ച്, കെ ബാരേമേ അതേക്കുറിച്ച് കുച്ച് ബാത്തേ ബത്തായി, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അസം ഭാരത് കെ ഉത്തർ പൂർവി ക്ഷേത്രമേ ഹെ. അസം ഭാരതത്തിലെ ഉത്തർ പൂർവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക്, അതായത് നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ്. जिसे अपने वन्य जीवन, रेशम और चाय के बागानों के लिए जाना जाता है. अपने വന്യജീവൻ, അവിടെ എന്തൊക്കെയാണുള്ളത്? വന്യജീവൻ അതായത് വൈൽഡ് ലൈഫ് ഉണ്ട്, പിന്നെ രേഷം സിൽക്ക് പട്ട്, പിന്നെ ചായ്ക്കെ ബാഗാനോസെ അതായത് തേയിലത്തോട്ടം, ടീ ഗാർഡൻസ്, ഇതെല്ലാം കൊണ്ട് പ്രസിദ്ധമാണ്. കേലിയ ജാനാ ജാത്ത അതായത് അറിയപ്പെടുന്നു. ഇസ്കെ സാത്ത് അസം മേ നൃത്യക്ക് ബി ഏക് സമൃദ്ധ പരമ്പര ഹെ. ഇതോടൊപ്പം തന്നെ അസമിൽ ഡാൻസിൻ്റെയും ഒരു സമൃദ്ധമായ പരമ്പരയുണ്ട്. അതായത് സമൃദ്ധം എന്ന് പറഞ്ഞാൽ സമ്പന്നമായി, ഡാൻസ് പാരമ്പര്യവുമുണ്ട്. अलेक्जेंड्रा की डॉक्यूमेंट्री के केंद्र में असम के जनजीवन में नृत्य के महत्व को तलाशना था. അപ്പോൾ അലക്സാൻഡ്രയുടെ ഡോക്യുമെൻ്ററിയിൽ മെയിനായിട്ടുള്ള പോയിൻ്റ് എന്തായിരുന്നു? അസാമിലെ ജനജീവിതത്തിലെ നൃത്തത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് തലാഷ്ന എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് പര്യവേഷണം ചെയ്യണമായിരുന്നു, അതായത് അതേക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തണമായിരുന്നു. തലാഷ്ന എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലോർ. वे जब यहाँ आ रहे थे तब अप्रैल का महीना चल रहा था. അവർ അസാമിൽ വരുന്ന സമയത്ത് ഏപ്രിൽ മാസമായിരുന്നു അസാമിലേക്ക് വന്നത്, അതായത് സ്പ്രിംഗ് സീസൺ. അസം में ये नए साल का वक्त होता है. അസാമിൽ ഇത് പുതുവർഷത്തിൻ്റെ ആരംഭമാണ്, ആ സമയമാണ്, പുതുവർഷം ആരംഭിക്കുന്ന സമയമാണ്. ബസന്ത് കെ ആനെ കി ഖുഷി മേ വേ സബി ഏക് ത്യോഹാർ മനാത്തെ ഹെ. അപ്പോൾ ഈ ബസന്ത് ആ സീസൺ വരുന്ന സമയം, ആ സന്തോഷത്തിൽ അവരെല്ലാവരും ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. ജിസെ ബിഹു കഹാ ജാത്ത ഹെ, അതിന് ബിഹു എന്നാണ് പറയുന്നത്. ഏഞ്ചല ഉസി രാത് ഇസെ ദേഖ്നെ ജാനെ വാലി തി. ഏഞ്ചല ആ രാത്രി തന്നെ ഇവരുടെ ഈ ആഘോഷം കാണാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏഞ്ചലയുടെ അമ്മ അലക്സാൻഡ്ര അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അസാമിലെ വിശേഷതകളെ പറ്റിയൊക്കെ. അവിടെ വന്യജീവി സങ്കേതമുണ്ട്, പിന്നെ തേയിലത്തോട്ടമുണ്ട്, പിന്നെ സിൽക്കിൻ്റെ ഉൽപ്പാദനമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. गुवाहाटी के एक होटल में सामान्य होने के बाद वे उसी शाम पास के एक गांव मलंग में गए.
അപ്പോൾ ഗുവാഹട്ടിയിലെ ഒരു ഹോട്ടലിൽ സാമാന്യ ഹോനയ്ക്ക് ബാദ് എന്ന് പറഞ്ഞാൽ അവിടെ തങ്ങിയിട്ട് ഫ്രഷായിട്ട്, അതായത് അവർ ഇത്ര ദൂരെ യാത്ര ചെയ്തൊക്കെ വന്നതാണ്. അപ്പോൾ ആ വീക്ക്നെസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഫ്രഷായി സാധാരണ രീതിയിലായി, നോർമലായി. എന്നിട്ട് ഉസി ഷാം പാസ് കെ ഏക് ഗാവ് മലങ്ക് മേ ഗയ, ആ ദിവസം വൈകുന്നേരം തന്നെ അടുത്തുള്ള ഒരു ഗ്രാമമായ മലങ്കിലേക്ക് പോയി. गाँव पहुंचने पर माँ ने एंजेला को बताया कि बिहू एक कृषि आधारित त्योहार है. ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ, പഹുഞ്ചനേപ്പർ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നപ്പോൾ, അമ്മ അതായത് അലക്സാൻഡ്ര ഏഞ്ചലയോട് പറഞ്ഞു, പറഞ്ഞു കി ബിഹു ഏക് കൃഷി ആധാരിത് ത്യോഹാർ ഹെ, ബിഹു ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണ്. ത്യോഹാർ ഹെ ഫെസ്റ്റിവലാണ്. കൃഷി ആധാരിത് ത്യോഹാർ എന്ന് പറഞ്ഞാൽ एग्रीकल्चर बेस्ड फेस्टिवल. भारत में जनसंख्या का एक बड़ा हिस्सा किसानों का है. അപ്പോൾ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗം തന്നെ ആരാണ്? കർഷകരാണ്. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകരാണ്. असम में बिहू साल में 3 बार मनाया जाता है. അസമിലെ ഈ ബിഹു ഫെസ്റ്റിവൽ വർഷത്തിൽ 3 പ്രാവശ്യം ആഘോഷിക്കുന്നു. മനാന എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. സബ്സെ പെഹലെ ജബ് കിസാൻ ബീജ് ബോത്തെ ഹെ, ആദ്യം തന്നെ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? കിസാൻ ജബ് ബീജ് ബോത്തെ ഹെ. ബീജ് ബോന എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സീഡ്സ്, അതായത് മണ്ണിൽ സീഡ്സ് വിതറില്ലേ, വിതറുന്ന സമയത്താണ് ആഘോഷിക്കുന്നത്, സീഡ്സ് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്. ഫിർ ജബ് വേ ധാൻ റോപ്തെ ഹെ, പിന്നെ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ധാൻ റോപ്തെ ഹെ. ധാൻ റോപ്ന എന്ന് പറഞ്ഞാൽ ധാൻ കെ പൗധോं को जमीन में गाड़ना, അതായത് പ്ലാന്റിങ് പാടി, ആ സമയത്താണ് ആഘോഷിക്കുന്നത്. और फिर तब जब खेतों में अनाज तैयार हो जाता है, പിന്നെ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? खेतों में अनाज तैयार हो जाता है, വയലുകളിൽ കൃഷിയിടങ്ങളിൽ ധാന്യങ്ങളൊക്കെ തയ്യാറാവുന്ന ആ സമയത്താണ് പിന്നീട് ആഘോഷിക്കുന്നത്, അതായത് വിളവെടുപ്പിൻ്റെ സമയത്ത്. ബീജ് ബോന എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സീഡ്സ്, പിന്നെ ധാൻ റോപ്ന എന്ന് പറഞ്ഞാൽ പ്ലാന്റിങ് പാഡി. एंजेला कार से उतरी, वहाँ आसपास उत्सव जैसा माहौल देखकर वह हतप्रभ थी. അപ്പോൾ ഏഞ്ചല കാറിൽ നിന്ന് ഇറങ്ങി, ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങി, വഹ ആസ്പാസ് അവിടെ അടുത്തൊക്കെ, ഉത്സവ് ജേസ മാഹോൽ ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു മാഹോൽ എന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷം, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഉത്സവം നടക്കുന്ന ഒരു പ്രതീതി. ദേഖർ വ ഹത് പ്രഭതി, അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ ആകെ സ്തംഭിച്ചു നിന്നുപോയി. ഹത് പ്രഭതി എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു നിന്നുപോയി, പെട്ടെന്ന് അങ്ങനെ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിന്നുപോയി. ഇത്രയും ഒരു നല്ലൊരു ഇത് കണ്ടപ്പോൾ, ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വഹ ഏക് ബഡേ സെ ബർഗദ് കെ പേഡ് കെ നീച്ചെ മഞ്ച് ബനായ ഗയാ താ, അവിടെ ഒരു വലിയ ബർഗദ് കെ പേഡ് കെ നീച്ചെ, ബർഗദ് എന്ന് പറഞ്ഞാൽ ബാനിയൻ ട്രീയുടെ താഴെയായിട്ട് മഞ്ച് ബനായ ഗയാ താ, അതിൻ്റെ അടിയിലായിട്ട് സ്റ്റേജ് ഉണ്ടാക്കിയിരുന്നു. മഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേജ്. വ ജഗ ലോഗോं से ഭരി ഹുയി थी, ആ സ്ഥലം ആളുകളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു, ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. ഉത്സവം നടക്കുകയാണല്ലോ. एंजेला ने एक पेड़ के नीचे एक साथ इतने लोगों को पहले कभी नहीं देखा था. ഏഞ്ചല ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരുമിച്ച് ഇത്രയും ആളുകളെ ഇതിനു മുമ്പ് കബി നഹി ദേഖാത്ത, ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏഞ്ചല എവിടെ താമസിക്കുന്നത്? ലണ്ടനിൽ കെൻസിങ്ടണിലാണ്. അപ്പോൾ അവിടെയൊക്കെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടാവുകയുള്ളൂ, ഇത്രയും ഗ്രൂപ്പായിട്ടുള്ള ഇങ്ങനത്തെ ആഘോഷം ഒന്നും അവൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവൾ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. വഹാ ഖുലെ ആസ്മാൻ കെ നീച്ചെ ലോഗോं के बीच बैठकर उसे ऐसा लग रहा था जैसे वह आश्चर्यजनक रूप से किसी टाइम मशीन में ആക്കർ बैठ गई हो. അപ്പോൾ വഹ ഖുലെ ആസ്മാൻ കെ നീച്ചെ, അവിടെ തുറന്ന ആകാശത്തിൻ്റെ അടിയിൽ, അതായത് അവിടെ മൊത്തം തുറന്ന് കിടക്കുകയാണ്. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ അടിയിൽ താഴെയായിട്ട് ബീച്ച് ബൈഠ്കർ, ലോഗോं के बीच बैठकर, ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ട് ഉസെ ഏസാ ലഗ് രഹാ താ, അവൾക്ക് എങ്ങനെ തോന്നിയിരുന്നു, ജേസെ വ ആശ്ചര്യജനക് രൂപ് സെ
കിസി ടൈം മെഷീൻ മേ ആക്കർ बैठ गई हो. അവൾ ഏതെങ്കിലും ടൈം മെഷീനിൽ വന്നിട്ട് ആണ് ഇരിക്കുന്നത്, അതായത് മറ്റേതോ ലോകത്ത് വന്നിരിക്കുകയാണോ, ടൈം മെഷീനാണോ ഇത് എന്നൊക്കെ അവൾക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. ആശ്ചര്യപ്പെട്ട് അവളിങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയധികം ആളുകൾ അവൾ ആദ്യമായിട്ട് കാണുകയാണ്. യാ ക്യാ വ ഉസ് വക്ത് കിസി സപ്നോ കി ദുനിയാ മേ തി, അല്ലെങ്കിൽ ഈ സമയത്ത് അവൾ ഏതെങ്കിലും സ്വപ്നലോകത്താണോ എന്നൊക്കെ അവൾക്ക് തോന്നിപ്പോവുകയാണ്. വ മന്ത്രമുഗ്ധ ഹോക്കർ വഹാ लड़के लड़कियों को बसंत ऋतु के आगमन पर नृत्य करते देख रही थी. वो मंत्रमुग्ध होकर, मंत्रमुഗ്ധ എന്ന് പറഞ്ഞാൽ മെസ്മറൈസ്ഡ്, അതായത് അത്രയ്ക്ക് ആകർഷിക്കപ്പെട്ടു. അവൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ എക്സൈറ്റ്മെൻ്റ് ആയി, ആകെ നല്ല ഇൻട്രസ്റ്റോടു കൂടി അവൾ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. മന്ത്രമുഗ്ധ എന്ന് പറഞ്ഞാൽ മോഹിത് ഹോജാന, അല്ലെങ്കിൽ കിസി ചീസ് അത്യധിക് രുചി രഖ്ന എന്നൊക്കെയാണ് അർത്ഥം, മെസ്മറൈസ്ഡ്. അപ്പം അത് കണ്ടിട്ട് അവൾ ലड़के लड़कियों को बसंत ऋतु के आगमन पर नृत्य करते देख रही थी. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഈ സ്പ്രിംഗ് സീസൺ വന്നതിൻ്റെ ആ സന്തോഷത്തിൽ ഇതിനെ വരവേറ്റുകൊണ്ടുള്ള ആ നൃത്തം വയ്ക്കുകയാണ്, ഡാൻസ് ചെയ്യുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുകയാണ്, അതിങ്ങനെ നോക്കി ഇരിക്കുകയാണ്. ഏഞ്ചലാനെ ഈസ് ബാത് പർ ധ്യാൻ ദിയാക്കി ലഡ്കോനെ വാദ്യയന്ത്ര രഖേ ഹെ. അപ്പോൾ ഏഞ്ചല ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കി ലഡ്കോനെ വാദ്യയന്ത്ര ലേ രഖേ ഹെ, ആൺകുട്ടികളുടെ കയ്യിലൊക്കെ म्यूज़िकल इंस्ट्रूमेंट्स ഉണ്ട്. लड़कियों ने लाल और बादामी रंग की गहरी डिज़ाइन वाली खूबसूरत पोशाक पहन रखी है. പെൺകുട്ടികളോ ചുവന്ന നിറത്തിലും ബാദാമി രംഗ്, അതായത് ബദാം കളറിലുമുള്ള ഗഹരി ഡിസൈൻ, നല്ല ഡിസൈനുള്ള ഖൂബ്സൂരത് പോഷാക്ക് പെഹൻ രഖി, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, പിക്ചറിൽ കണ്ടില്ലേ, ആണുങ്ങളുടെ കയ്യിലൊക്കെ വാദ്യയന്ത്രമുണ്ട്, അതായത് ഒരു ചെണ്ട കൊട്ടുന്നുണ്ട്. സ്ത്രീകളൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്, നല്ല റെഡ് കളറിലുള്ളതും പിന്നെ ഈ ക്രീം കളറിലുള്ളതായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അതേപോലെ ഇവർ തോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക മൂവ്മെൻറ്റ്സാണ് അവരുടെ ഡാൻസിന്. കൈകൊണ്ടും തോളുകൊണ്ടും അരക്കെട്ടിൽ കൈയൊക്കെ വെച്ചിട്ടൊക്കെയുള്ള ഒരു പ്രത്യേക തരം ഡാൻസാണ്. വേ സബി കാഫി രംഗീൻ ഓർ മസ്ത് ലഗ് രഹേ തെ. അവരെല്ലാവരും നല്ല കളർഫുള്ളായിരുന്നു. ഓർ മസ്ത് ലഗ് രഹേ തെ, മസ്ത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓവർ ജോയ്ഡ് ആയിരുന്നു. उनका हिलता डुलता शरीर हाथ पैर की हलचल से समझ आ रहा था कि वे मौज मस्ती के नृत्य में खोए हुए हैं. അവരുടെ ഹിൽത്ത ഡുൽത്ത ശരീരം, അതായത് ഷേക്കിംഗ്, ഹിൽത്ത ഡുൽത്ത എന്ന് പറഞ്ഞാൽ ഷേക്കിംഗ്, ഇളകുന്ന ശരീരവും, ഹാത്ത് പേർക്കി ഹൽച്ചൽ, കൈയും കാലൊക്കെ ഇങ്ങനെ ഇളക്കല്ലേ, ഹൽച്ചൽ എന്ന് പറഞ്ഞാൽ അവർ തിരക്കിട്ടിട്ട് സ്പീഡിൽ ഇങ്ങനെ കൈയൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ സമചാരഹാതാക്കി വേ മൗജ് മസ്തിക്ക് നൃത്യമേ ഖോയെ ഹുവേ ഹെ. അവർ മൗജ് മസ്തിക്ക് എൻജോയ്മെൻറ്റിലെ ഈ നൃത്തത്തിൽ, മൗജ് മസ്തി എന്ന് പറഞ്ഞാൽ ആനന്ദിക്ക ഉത്സവ്, ഇതിൻ്റെ ഈ നൃത്തത്തിൽ ഈ ഡാൻസിൽ അവർ മുഴുകിയിരിക്കുകയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഹിൽത്ത ഡുൽത്ത എന്ന് പറഞ്ഞാൽ ഷേക്കിംഗ്, അതായത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ശരീർ. ഹാത്ത് പേർക്കി ഹൽച്ചൽ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കൈയും കാലൊക്കെ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ, അവരോരോരോ മൂവ്മെൻറ്റ്സ്, അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വേ മൗജ് മസ്തിക്ക് നൃത്യമേ ഹോയ, അവർ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആ എൻജോയ് ചെയ്തുകൊണ്ടുള്ള ആ നൃത്തത്തിൽ, ആ ഡാൻസിൽ അവർ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. उसकी इच्छा हुई कि वह भी अपने घर पर വസന്ത് കെ ആഗമൻ പർ ഏസെ ഹി നൃത്യ കരേഗി. അപ്പോൾ ഏഞ്ചലിക്ക് എന്താണ് തോന്നിയത്, അവൾക്ക് ആഗ്രഹം തോന്നി അവളും തൻ്റെ വീട്ടിൽ വസന്ത് കെ ആഗമൻ പർ, ഈ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ അതിനെ വരവേൽക്കാനായിട്ട് ഏസെ ഹി നൃത്യ കരേഗി, ഇങ്ങനെയുള്ള ഡാൻസ് ചെയ്യണമെന്ന് അവൾക്കും ആഗ്രഹം തോന്നി. बिहू नृत्य और इसके उत्सव से अचंभित एंजेला और उसके परिवार ने इसके साथ लजीज पकवानों का पूरा आनंद लिया. बिहू नृत्य और इसके उत्सव से अचंभित, ബിഹു നൃത്തവും കണ്ടു അവർ, ബിഹു ഡാൻസും കണ്ടു, പിന്നെ ഈ ഉത്സവവും
ഈ ഫെസ്റ്റിവലും ആഘോഷിച്ചു, കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് അചംബിത് എന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ട് ആദ്യമായിട്ട് കാണുകയാണല്ലോ ഇവരുടെ രീതികളൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് സർപ്രൈസായിട്ട് ഏഞ്ചലയും അവളുടെ ഫാമിലിയും परिवार ने इसके साथ साथ ലജീജ് പക്വാനോं का पूरा आनंद लिया. ലജീജ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളും കഴിച്ചു. പൂര ആനന്ദ് ലിയ എന്ന് പറഞ്ഞാൽ അതും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ലജീജ് പക്വാൻ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ പലഹാരങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ട് അവർ അതും ആസ്വദിച്ചു. जब वे वापस लौटे तब माँ ने एंजिला से पूछा कि उसे बिहू कैसा लगा. അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ വാപ്പസ് ലോട്ടെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ മാനെ ഏഞ്ചലാസെ പൂച്ച, അമ്മ ഏഞ്ചലയോട് ചോദിച്ചു कि उसे बिहू कैसा लगा, അവൾക്ക് ബിഹു എങ്ങനെയാണ് തോന്നിയത്, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഏഞ്ചലാനെ മൻമേ കൈ തരകെ വിചാർ ചൽ രഹേ थे. ഏഞ്ചലയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസെ അച്ഛാ ലഗാ കി ഇസ് ഉത്സവ് ഓർ നൃത്യ ദോനോ കോ ബിഹു കഹാ ജാതാ ഹെ. അപ്പോൾ അവൾക്ക് നല്ലതായിട്ട് തോന്നി ഈ ഫെസ്റ്റിവലിനെയും പിന്നെ നൃത്തത്തെയും രണ്ടിൻ്റെയും പേരെന്താണ്, ബിഹു എന്ന് തന്നെയാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് അവൾക്ക് അത് നല്ലതായിട്ട് തോന്നി. उसने माँ से पूछा कि क्या संगीत और नृत्य सिर्फ त्योहारों पर ही होते हैं. അവൾ അമ്മയോട് ചോദിച്ചു, ഈ പാട്ടും ഈ ഡാൻസും ഒക്കെ സിർഫ് त्योहारों पर ही होते हैं, ഇങ്ങനെ ഫെസ്റ്റിവൽസിന് മാത്രമാണ് ഉണ്ടാവുന്നത്. മാനെ ബത്തായ पूरी दुनिया की संस्कृतियों में लोग नृत्य और संगीत से अपनी भावनाओं को व्यक्त करते हैं. അപ്പോൾ അവളുടെ മദർ എന്താണ് പറഞ്ഞത്, മാനെ ബത്തായ പൂരി ദുനിയാ കി സംസ്കൃതിയോമേ, ലോകം മുഴുവനുള്ള ഈ സംസ്കൃതിയോമേ കൾച്ചറിലുള്ള ആളുകൾ ലോക് നൃത്യ ഒരു സംഗീത് സെ, നൃത്തവും സംഗീതവും കൊണ്ട് അപ്പനി ഭാവനകോ വ്യക്ത കർത്തേ, തങ്ങളുടെ മനസ്സിലുള്ള ആ വികാരങ്ങളെ വ്യക്തമാക്കുന്നു എന്നാണ് പറയുന്നത്. തങ്ങളുടെ മനസ്സിലുള്ള ആ സന്തോഷം വ്യക്തമാക്കുന്നു, ആ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഇമോഷൻസ് അത് വ്യക്തമാക്കുന്നു എന്നാണ് പറയുന്നത്. പാട്ടിലൂടെയും ഡാൻസിലൂടെയൊക്കെയാണ് അവരിത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്ന് അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ലോകത്തുള്ള ആളുകളൊക്കെ തങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഈ ഡാൻസിലൂടെയും പാട്ടിലൂടെയും ഒക്കെയാണ്. അപ്പോൾ ബിഹു ഇങ്ങനെ ഈ ഒരു ഉത്സവം അവർക്ക് സന്തോഷത്തിൻ്റെ ഉത്സവമാണ്, വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് അല്ലേ, ധാന്യം ഒക്കെ ഉണ്ടാകുന്ന ആ കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവമാണ്. അപ്പോൾ ഈ സന്തോഷം അവർ പ്രകടിപ്പിക്കാനായിട്ട് ഡാൻസും പാട്ടും ഒക്കെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്, ഇമോഷൻസൊക്കെ അവർ പ്രകടിപ്പിക്കുകയാണ് എന്നമ്മ പറഞ്ഞു കൊടുത്തു. ഖാസ് തൗർ സെ ഭാരത് മേ ബഹുദായത് ഏസാ ഹോത്താ ഹെ, പ്രത്യേകിച്ച് ഭാരതത്തിൽ അധികവും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. ഖാസ് തൗർ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി, അതായത് പ്രത്യേകിച്ച് ഭാരതത്തിൽ ബഹുദായത് എന്ന് പറഞ്ഞാൽ അധികത, അതായത് അധികമായിട്ടും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. असम का बिहू नृत्य ग्रामीण जनजीवन के साथ साथ फसल लगाने से लेकर वसंत के आगमन तक से जुड़ा हुआ है. അപ്പോൾ അസമിലെ ഈ ബിഹു ഡാൻസ് ഗ്രാമീൺ ജനജീവൻ കെ സാത്ത് സാത്ത്, ഗ്രാമീൺ ജനജീവൻ എന്ന് പറഞ്ഞാൽ റൂറൽ ലൈഫ്, ഗ്രാമീൺ എന്ന് പറഞ്ഞാൽ റൂറൽ, ജനജീവൻ പബ്ലിക് ലൈഫ്. അപ്പോൾ ഗ്രാമത്തിലെ ജനജീവിതങ്ങളുടെ കൂടെ തന്നെ ഫസൽ ലഗാനെ സെ ലേക്കർ, ഈ ഫസൽ ലഗാനെ സെ ലേക്കർ വിത്ത് നടുന്നത് മുതൽ ബസന്തിക്ക് ആഗമൻ തക്ക്, അപ്പോൾ വിത്ത് നടുക, അത് കൊയ്യുക, അതും കൂടെ അതായത് സ്പ്രിംഗ് സീസണിൻ്റെ വരവ് വരെ ആഗമൻ തക് സെ ജുഡാ ഹുവാ ഹെ, ആ വരവ് വരെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. एंजिला की माँ अगले कुछ दिन डॉक्यूमेंट्री के तथ्य जुटाने और साक्षात्कार लेने में व्यस्त रही. ഏഞ്ചലയുടെ മദർ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഡോക്യുമെൻ്ററിക്ക് ആവശ്യമായിട്ടുള്ള തഥ്യ എന്ന് പറഞ്ഞാൽ ഫാക്ട്സ്
ജുട്ടാനെ ഇക്കട്ടാ കർണ. ജുട്ടാന എന്ന് പറഞ്ഞാൽ ഇക്കട്ടാ കർണ. അതിൻ്റെ ഫാക്ട്സൊക്കെ കളക്ട് ചെയ്യാനും ഒരു സാക്ഷാത്കാർ ലേനേമേ ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് വ്യസ്ത രഹി. അതിൻ്റെ തിരക്കിലായിപ്പോയി. ഈ ഡോക്യുമെൻ്ററിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനും അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാനും അതിലൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി. ഏഞ്ചലാനെ കാഫി സാരി ബാതോं पर दूर से ही गौर किया. അപ്പോൾ ഏഞ്ചല ഒരുപാട് കാര്യങ്ങളിൽ ദൂരെ നിന്ന് തന്നെ ഗൗർ കിയ എന്ന് പറഞ്ഞാൽ അവൾ ഒരുപാട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തു, കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി. उसने महसूस किया कि लंदन के जीवन से यहाँ सब कुछ कितना अलग था. അപ്പോൾ അവൾ ഇതെല്ലാം നോട്ടീസ് ചെയ്തു. അവൾക്ക് ഇത് മനസ്സിലായി. എന്താ മനസ്സിലായത്? ലണ്ടൻ കെ ജീവൻ സെ, ലണ്ടനിലെ ജീവിതത്തിൽ നിന്ന് യഹാ സബ് കുച്ച് കിത്തന അലഗ് ത, ഇവിടെ എല്ലാം എത്ര വ്യത്യാസമാണ്. ലണ്ടനിലെ ജീവിത രീതി വേറെയാണ്, ഇവിടെ ഇന്ത്യയിലെ ജീവിത രീതി വേറെയാണ്. ഇവിടെ അസാമിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവളിങ്ങനെ വിചാരിക്കുകയാണ്, ലണ്ടനിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്. ഉസെ അപ്നി മാ പർ ഗർവ് ഹുവാ. അപ്പോൾ അവൾക്ക് അവളുടെ അമ്മയിൽ അഭിമാനം തോന്നി. അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതിൽ അവൾക്ക് അഭിമാനം തോന്നി. വേ ഏക് വൈജ്ഞാനിക് കഹാനിക്കാർ की तरह है जो अपनी फिल्मों के द्वारा बहुत सी चीज़ें एक साथ दिखाते हैं. അപ്പോൾ വേ ഏക് വൈജ്ഞാനിക് കഹാനിക്കാർ की तरह है. വൈജ്ഞാനിക് കഹാനിക്കാർ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ്, സ്റ്റോറി ടെല്ലർ. അതുപോലെയാണ് കി തരഹ, അതുപോലെയാണ് ജോ അപ്നി ഫിൽമോं के द्वारा, അവർ തൻ്റെ ഫിലിമിലൂടെ തൻ്റെ ഫിലിമിലൂടെ ബഹുത് സി ചീസ്, ഒരുപാട് കാര്യങ്ങൾ ഏക് സാത്ത് ദിഖാത്തെ, ഒരുമിച്ച് കാണിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഓരോരോ സ്ഥലത്ത് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ഫാക്ട്സ് ഒരുമിച്ച് കാണിക്കുന്നു, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ അവളുടെ അമ്മയിൽ അവൾക്ക് അഭിമാനം തോന്നി. വൈജ്ഞാനിക് കഹാനിക്കാർ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ്, സ്റ്റോറി ടെല്ലർ. ഈ പാഠത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പാഠത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് പാർട്ട് 2 മനസ്സിലാക്കാം. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക.